നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്നാണല്ലോ നമ്മുടെ പുലികളി. ഇന്നാണ് കേട്ടോ നമ്മുടെ പുലികളി നടക്കുന്നത്. നമ്മളും വരുന്ന വഴി എന്തായാലും പുലികളി കാണാനായിട്ട് കയറിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല 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 തിരക്കുണ്ടായിരുന്നു. എങ്കിലും നമ്മളിത് കാണാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പുലികളി കാണാൻ പോയിട്ടില്ല കേട്ടോ. എൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് പുലികളി, തൃശ്ശൂർ പൂരമൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് തൃശ്ശൂർ പൂരമാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഈ പുലികളി എന്നുള്ള ആഗ്രഹം ഇന്നലത്തെ കൊണ്ട് എന്തായാലും തീർന്നിട്ടുണ്ട്. ഞാനപ്പോൾ നേരെ സന്ദീപേട്ടനോട് പറഞ്ഞ് വരുന്ന വഴിയാണല്ലോ, നമുക്ക് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പുറപ്പെട്ടിട്ട് വണ്ടിയൊക്കെ ഒരിടത്ത് സെറ്റായിട്ട് കൊണ്ട് വെച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് കുറച്ച് നടക്കേണ്ടി വന്നു. നമുക്ക് ഫുള്ള് ഉള്ളിലേക്ക് വണ്ടി കയറത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരെ കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് നടന്ന് ഇങ്ങോട്ട് കയറിയിട്ട് നമ്മൾ ഇത് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഞാൻ നേരിട്ട് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഈ വയറിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ പുലിയുടെ രൂപം വരച്ചിട്ട് ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, അല്ലുവിനാണ് ഇതൊന്നും തിരിച്ചറിവാകുന്ന ഒരു പ്രായമായിരിക്കുന്നത്. ചെക്കപ്പിന് അത്രയും ആയിട്ടില്ല. അതുകൊണ്ട് അല്ലുവിന് നല്ല സന്തോഷമായിരുന്നു. അമ്മ മാമ്പി മാമ്പി എന്ന് പറയുമായിരുന്നു അല്ലു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിന് ഫ്രണ്ടിലൊക്കെ പോയി. തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലൊക്കെ നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഉള്ളിലോട്ട് അധികം പോകാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ നമ്മൾ അവിടെ നിൽക്കുന്നിടത്ത് അത്രയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ കണ്ട്. ഒരുപാട് ദേശക്കാരുടെ പുലികളുണ്ടായിരുന്നു. ഒരുപാട് നൂറൊന്നും അല്ല, 1000-ലധികം പുലികളുണ്ടായിരുന്നാണ് എൻ്റെ ഒരു കണക്കനുസരിച്ച് പറയാനാണെങ്കിൽ. പെൺപുലി, ആൺപുലിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാ പുലിയും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരുപാട് വയറുള്ളവർക്കൊക്കെ പുലീനെ വരക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അവർ തുള്ളുന്നത് കാണാനായിട്ട്. ഈ ഒരു സാധനം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അവർ മീനിൻ്റെ രൂപത്തിൽ പുലിയുടെ മുഖം സെറ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പറായിരുന്നു. പിന്നെ വേറെ കുറേ കലാരൂപങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അവർ എന്താ രൂപങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അത്യാവശ്യം ഞങ്ങളൊരു 5 മണിയായപ്പോഴാണ് പുലികളി സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞത്. ഞങ്ങൾ 5 മണി ഒക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നടക്കേണ്ടി വന്നപ്പോൾ അതുകൊണ്ട് കുറച്ച് അവിടെ നമ്മൾ ഇത് നടക്കുന്നിടത്തോട്ടൊരു 5:30 ആയപ്പോഴാണ് എത്തിയത്. കാരണം കുറച്ച് നടക്കേണ്ടി വന്നായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയിട്ട് ഞങ്ങളെന്തായാലും ഇതൊക്കെ കണ്ടു തീർത്തൊരു 8-8:30 ആയപ്പോൾ തന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയും താമസിക്കുമെന്നറിയാം. കാരണം അന്നേരം തീർന്നിട്ടില്ലായിരുന്നു, ഒരു റൗണ്ട് പോലും അടിച്ച് തീർന്നിട്ടില്ലായിരുന്നു അവർ. അപ്പം എന്തായാലും എൻ്റെ പുലികളി എന്നുള്ള മോഹം എന്തായാലും കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും പുലികളിക്ക് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുലികളി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ.